ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുകയാണ്. ഈ ഈശോ ഇന്ന് നിൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 13-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവ്, സത്യത്തിൻ്റെ ആത്മാവ്, ഈ ആത്മാവ് നമ്മൾ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുമെന്ന വചനം പറയുക ഈശോയുടെ വാക്കുകളാണ്. പ്രിയ സഹോദര സഹോദരി, നീ നിൻ്റെ ജീവിതത്തെ പരിപൂർണമായിട്ട് പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്താൽ, ആത്മാവിന് വേണ്ടി നീ ദാഹിച്ചാൽ, നീ എന്നും നേരുള്ള വ്യക്തിയായിരിക്കും എന്നുള്ളതാണ്. നീ എന്നും സത്യത്തിൻ്റെ പാതയിലായിരിക്കും എന്നുള്ളതാണ്. സത്യത്തിൻ്റെ പാതയിലായിരിക്കുന്ന നീ എന്നും ദൈവത്തിൻ്റെ പാതയിലായിരിക്കുന്ന. അപ്പോൾ ദൈവത്തിൻ്റെ പാതയിലായിരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനത്തിന് വേണ്ടി നീ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ആത്മാർത്ഥമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കണം. നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ചൊന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവ്, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ മധ്യയുള്ള നിൻ്റെ സാന്നിധ്യത്തിന് നന്ദി പറയുകയാണ്. ഈശോയെ, ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ്. സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അതിൻ്റെ ആത്മാവിലൂടെ ഈ വ്യക്തിയെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസത്തിന് വേണ്ടത് എല്ലാ കൃപകളും നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ, ആരാധനയ്ക്ക് യോഗ്യൻ നീ. ഹല്ലേലൂയ, മരണ